السلام عليكم ورحمة الله. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങൾ അവ മുഖ്യമായും അഞ്ചെണ്ണമാണ്. അൽ മഖാരിജുർ റഈസിയ്യ എന്നോ അൽ മഖാരിജുൽ ആമ്മ എന്നൊക്കെ പേര് പറയപ്പെടുന്ന ജൗഫ്, ഹൽഖ്, ലിസാൻ, ഷഫതാനി, ഖൈശൂം എന്നിങ്ങനെ 5 മഖ്റജുകൾ, മുഖ്യമായ ഉത്ഭവസ്ഥാനങ്ങൾ. ഇതിൽ ജൗഫ് എന്താണെന്നും അതിൽ നിന്നുമുള്ള അക്ഷരങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ശേഷം ഹൽഖിനെ കുറിച്ചും നാം മനസ്സിലാക്കി. ഹൽഖിൽ 3 ഉപമഖ്റജുകൾ, അതിൽ നിന്നുമുള്ള ഹുറൂഫുൽ ഹൽഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന 6 അക്ഷരങ്ങൾ, ഇതും നാം പഠിച്ചു കഴിഞ്ഞു. ഇനി അൽ ലിസാൻ എന്ന മഖ്റജാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ലിസാൻ എന്നാൽ നാവ് എന്നർത്ഥം. നാവിൽ നിന്ന് 10 മഖ്റജുകൾ ഉപമഖ്റജുകളായി വേർതിരിയുന്നു. വഫീഹി 10 മഖാരിജ് തഖ്റുജു മിൻഹാ 18 ഹർഫ. ഈ 10 മഖ്റജുകളിൽ നിന്നായി 18 ഹർഫുകൾ ഉത്ഭവിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മഖ്റജുകൾ ഉള്ള റഈസിയായ ആമ്മായ മഖ്റജാണ് ലിസാൻ അഥവാ നാവ് എന്ന് മനസ്സിലാക്കണം. ഈ 10 മഖ്റജുകളിലെ ഒന്നാമത്തെ മഖ്റജ് അഖ്സൽ ലിസാൻ മിൻ ഫൗഖ് أي أبعده مما يلي الحلق مع ما يحاذيه من الحنك الأعلى ويخرج منه القاف. ഇതാണ് ഒന്നാമത്തെ മഖ്റജ്. നാവിൻ്റെ അങ്ങേയറ്റം, മുകൾ ഭാഗത്ത് നിന്നുള്ള അങ്ങേയറ്റം, അതായത് അതിൻ്റെ ഏറ്റവും അകന്ന ഭാഗം എന്നർത്ഥം, നാവിൻ്റെ ഉൾഭാഗം. അബ്അദു മിമ്മ യലിൽ ഹൽഖ്, തൊണ്ടയോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അടുത്തായി നിൽക്കുന്ന നാവിൻ്റെ അങ്ങേയറ്റം. മഅ മാ യുഹാദിഹി മിനൽ ഹനകിൽ അഅല, അതിൻ്റെ നേർമുകളിലായി ഉള്ള അണ്ണാക്ക്, അതിനോട് നേരിടുന്ന മുകളിലെ അണ്ണാക്ക്, അവിടെ ആ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടാണ് ഒന്നാമത്തെ മഖ്റജ്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന അക്ഷരമാണ് ഖാഫ്. ഖാഫ് എന്ന അക്ഷരം, ഖാഫ് എന്ന് പറയുന്നത് ആ ഹർഫിൻ്റെ പേരാണ്. നമുക്കറിയാം, അക്ഷരങ്ങൾക്കൊക്കെ പേരുകളാണ്. ഖാഫ് എന്ന പേരിൽ തന്നെ 3 അക്ഷരങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് ദീർഘങ്ങൾ പറയുമ്പോഴൊക്കെ നമുക്ക് ആവശ്യമായി വരുന്ന കാര്യമാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഖാഫിൻ്റെ ഉച്ചാരണമാണ് നമുക്ക് പരിശീലിക്കേണ്ടത്. അ ഖോ എന്ന് ഖാഫിന് സുക്കൂൻ കൊടുത്ത് പറഞ്ഞു നോക്കുക. വൽ ഹഖ്ഖ അഖൂൽ, സൂറത്ത് സ്വാദിൽ കാണാം. വൽ ഹഖ്ഖ അഖൂൽ, വൽ ഹഖ്ഖ, വൽ ഹഖ്ഖ എന്നിങ്ങനെ ശബ്ദ കൊടുത്ത് ആവർത്തിച്ച് പറഞ്ഞാൽ കൂടുതൽ അക്ഷരത്തിൻ്റെ മഖ്റജ് മനസ്സിലാക്കുവാനും അതിൻ്റെ ഉച്ചാരണം ശരിയാക്കുവാനും സാധിക്കുന്നതാണ്. സുക്കൂന് കൊടുത്തുകൊണ്ടും ശബ്ദ കൊടുത്തുകൊണ്ടുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് പരിശീലിക്കുക. ഷദീദായ, കഠിനമായി ഉച്ചരിക്കപ്പെടുന്ന അക്ഷരമാണ്. ശിദ്ദത്ത് എന്ന സിഫത്ത് നൽകപ്പെടുന്നു. കൂടാതെ ഇസ്തിഅലാഇൻ്റെ ഹർഫുകളിൽ മുന്നിൽ നിൽക്കുന്ന തഫ്ഖീം കൂടുതൽ നൽകപ്പെടുന്ന അക്ഷരമാണ് ഖാഫ്. ഖാഫ് ഖാഫ് എന്ന ശബ്ദത്തിൽ തന്നെ ഉച്ചരിക്കണം. അത് കാഫ് പോലെ ആയി പോവരുത്, സൂക്ഷിക്കേണ്ടതാണ്.